ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു ചായ കുടിച്ച് തുടങ്ങാം കേട്ടോ. ചായയും കുടിച്ച് ഇന്നിവിടെ കൊഴുക്കട്ടയാണ് കാപ്പി, അരിമാവി ഉണ്ടാക്കുന്നത്. ഇവിടെയൊക്കെ ഇതിനെ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ നേരെ ക്ലീനിങ്ങിന് കയറിയണേ. വിഷു പ്രമാണിച്ചൊരു ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല. ആമി ഉറങ്ങണ നേരം നോക്കിയാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ വീട്ടിൽ കിടന്ന എല്ലാ ഫ്ലോർ മാറ്റും പറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യം വെള്ളമൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ട് പിന്നെ അതിനെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. സാധാരണ ഈ നേരത്തൊക്കെ ഇവിടെ നട്ടപ്ര വെയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ വാരി വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം വെയിലും പോയി ഒരു മഴക്കോളും ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി, കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ കഴുകി എല്ലാം കൂടെ ടെറസിലോട്ടാണ് കൊണ്ടിടാൻ പോകണം. താഴെ ഇട്ടാൽ മതിയല്ലോ, ഞാൻ പറഞ്ഞില്ലേ കഴിവെടുത്ത സമയത്ത് വെയിൽ മാറിയുകൊണ്ട് എനിക്കൊരു പേടി. ഇനിയിപ്പം താഴെ ഇട്ടിട്ട് മഴയെങ്ങനെയാണെങ്കിൽ ഉണങ്ങാൻ താമസിച്ചാലോ, അതുകൊണ്ട് മുകളിൽ തന്നെ കൊണ്ടിട്ടു. റൂമൊക്കെ എല്ലാ വീക്കും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വേറെ അവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ ഹാളിൽ വന്ന് പൊടിയൊക്കെ തട്ടാനുള്ളതും അങ്ങനെയൊക്കെ വരയടിക്കാനുള്ളത് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു TV സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു. അതിലാണ് ഏറ്റവും കൂടുതൽ പൊടി എപ്പോഴും പിടിച്ചിരിക്കുന്നത്. തുടച്ച് അങ്ങോട്ട് മാറുന്നതിനിടയ്ക്ക് അത് വീണ്ടും പൊടിയാവും. ഇവിടെ കുറച്ച് പൊടിയുള്ള സ്ഥലമായതുകൊണ്ട് എത്ര തുടച്ചാലും പിന്നും നല്ല പൊടി പിടിച്ചിരിക്കും. എനിക്കിതുപോലെയൊക്കെ വൃത്തിയാക്കാനും ഇങ്ങനെ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും ഇതൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആയിരുന്നു എന്ന് പറയണതായിരിക്കും കറക്റ്റ്. കാര്യം ഇപ്പം എനിക്ക് അതിനങ്ങനെ വലുതായിട്ട് സമയം കിട്ടൂല. പക്ഷെ എനിക്കതിപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ഹാളിലെ 2 സെറ്റ് ജനലും കൂടെ അടിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ തൂത്ത് തുടയ്ക്കാനായിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഇനി പുറത്തൊക്കെയാണ് വലയടിക്കാനുള്ളത്. നമ്മൾ അകത്തൊക്കെ ഈ തൂക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ എപ്പോഴും വലയൊക്കെ അടിച്ച് അങ്ങനെ അങ്ങ് പോകും, സമയം കിട്ടുന്ന പോലെ. പുറത്താണ് അടിക്കാനായിട്ട് സമയം നോക്കിയിരുന്ന് ശരിയാവാത്തത്. അകത്ത് മൊത്തം വലയടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തും കൂടെ ഒന്ന് അടിച്ചിട്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ തൂക്കാനും തുടയ്ക്കാനും മാത്രമല്ലേ കാണും. ഇതിൽ ഞാനിപ്പോൾ ആ മുകളിൽ അടിക്കുന്ന ചുമരിൻ്റെ അവിടെ കുറച്ചിങ്ങനെ കുത്തു പോലെ കാണുന്നത് എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ആണ് കേട്ടോ. അതിപ്പോൾ പുറത്ത് ഞാൻ വല അടിക്കുന്നത് കാണിക്കുക, അതിലും ഉണ്ട്. ആ സെയിം ഇത് തന്നെ എല്ലാ ചുമരിലും ആ കറക്റ്റ് ആ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും കാണുന്നുണ്ട്. അത് ക്യാമറയുടെ പ്രശ്നമാണ്. പിന്നെ ഫ്രണ്ടിലെ 2 ജനലും അങ്ങനെ വീടിൻ്റെ ചുറ്റും അങ്ങനെ അടിക്കുന്നുണ്ട്. മൊത്തം വല ഇല്ലെങ്കിൽ ഇതിപ്പോൾ അടിക്കാതെ മാറ്റി വെച്ചാൽ പിന്നെ വീണ്ടും അത് സമയം കിട്ടാതെ വരും. അതുകൊണ്ട് ആദ്യമായിട്ട് ഒന്ന് ഫുള്ളങ്ങ് അടിച്ച് തീർത്തിട്ട് പിന്നെ ബാക്കി അകത്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അകത്ത് എല്ലായിടത്തും മൊത്തത്തിലൊന്ന് തൂത്ത് എടുക്കുന്നേ. ഇങ്ങനെ തൂത്ത് കൊണ്ടുവരുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ തുടച്ചപ്പോഴെങ്കിലും കാണാത്ത എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പൊടിയഴുക്കാലൊക്കെ കാണും. അപ്പോൾ അതും കൂടെയൊക്കെ ക്ലിയർ ചെയ്ത് തൂത്തിടണം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മൊത്തം അപ്പം തന്നെ അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അടുത്ത പൊടി പിടിക്കുന്നതിന് മുമ്പ് തുടച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ തൂത്തിട്ടേ തുടയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ പൊടി പെട്ടെന്ന് കയറും. ഇനി നമ്മുടെ പേടകവും കൂടെ കഴുകിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പണികളിൽ ഏകദേശമൊക്കെ തീരും. ഇയാളെ പിന്നെ കഴുകാൻ കിട്ടിയിട്ട് കുറേ കാലമായി കേട്ടോ. ഞാൻ ഇപ്പം അങ്ങനെ വണ്ടി എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ടി കിട്ടിയാലും കഴുകാനായിട്ട് സമയവും കിട്ടാറില്ല. ഇപ്പോഴും സമയമില്ലയെന്ന് അറിയാതിരുന്നിട്ടും എൻ്റെ ഒരു വിരുപ്പിന് ചാടി ഇറങ്ങിയതാണേ, പെട്ടെന്നൊന്നും തുടച്ചെടുക്കാൻ വേണ്ടി. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.